ചോദ്യം 1. പങ്കാളിക്ക് ലൈംഗിക താൽപ്പര്യമില്ലായ്മ അല്ലെങ്കിൽ വിരസത ഉണ്ടാകാൻ കാരണം എന്താണ്? ഉത്തരം: ഇതിന് പല കാരണങ്ങളുണ്ടാകാം. പ്രായം കൂടുമ്പോൾ സ്ത്രീകളിൽ ഹോർമോൺ മാറ്റങ്ങൾ, ഊർജ്ജം കുറയുക, യോനിയിലെ വരൾച്ച, ആർത്തവവിരാമം ലൈംഗിക താൽപ്പര്യത്തെ ബാധിക്കാം. കൂടാതെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ബന്ധത്തിലെ അകലം, ദൈനംദിന സമ്മർദ്ദങ്ങൾ എന്നിവയും ഒരു കാരണമാകാം. ചില മരുന്നുകളും ആരോഗ്യപ്രശ്നങ്ങളും, ഉദാഹരണത്തിന് തൈറോയിഡ്, വിഷാദം, പ്രമേഹം, ലൈംഗികതയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ചോദ്യം 2. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ലിംഗം ചുരുങ്ങിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം: ഇത് സാധാരണയായി പ്രവർത്തന ഭയം, പെർഫോമൻസ് ആൻസൈറ്റി, പങ്കാളിയുടെ താൽപ്പര്യക്കുറവ് മൂലമുള്ള മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ ആരോഗ്യപ്രശ്നങ്ങൾ എന്നിവ കൊണ്ടാകാം. പ്രായം കൂടുമ്പോൾ രക്തയോട്ടം കുറയുന്നതും ടെസ്റ്റോസ്റ്റിറോൺ അളവ് കുറയുന്നതും ഉദ്ധാരണം നിലനിർത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കാം. പങ്കാളിയുടെ താൽപ്പര്യക്കുറവ് മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം നിങ്ങളുടെ ലൈംഗിക പ്രവർത്തനത്തെ നേരിട്ട് ബാധിക്കാം. ചോദ്യം 3. ഈ പ്രശ്നങ്ങൾക്ക് എന്ത് പരിഹാരങ്ങളാണ് ഉള്ളത്? ഉത്തരം: തുറന്ന മനസ്സോടെ പങ്കാളിയുമായി സംസാരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അവളുടെ അനുഭവങ്ങളും ഭയങ്ങളും ആഗ്രഹങ്ങളും കേൾക്കുക. നിങ്ങൾക്കുള്ള സമ്മർദ്ദവും അവളുമായി പങ്കുവയ്ക്കണം. ദമ്പതികൾക്കായി ഒരു സെക്സ് തെറാപ്പിസ്റ്റിന്റെ സഹായം തേടുന്നത് വളരെ ഫലപ്രദമാണ്. ലൈംഗിക പ്രശ്നങ്ങൾക്കുള്ള മാനസികവും ശാരീരികവുമായ കാരണങ്ങൾ കണ്ടെത്താനും പരിഹരിക്കാനും ഇത് സഹായിക്കും. കൂടാതെ പങ്കാളിക്ക് ഹോർമോൺ പരിശോധനയും പൊതുവായ ആരോഗ്യ പരിശോധനയും നടത്തുന്നത് നല്ലതാണ്. ചോദ്യം 4. ലൈംഗിക ജീവിതത്തിൽ വൈവിധ്യം കൊണ്ടുവരാൻ എന്തെല്ലാം ചെയ്യാം? ഉത്തരം: ലൈംഗിക ബന്ധം മാത്രമല്ല, ഓറൽ സെക്സ്, മസാജ്, സ്നേഹത്തോടെയുള്ള സ്പർശനം, മാനസിക അടുപ്പം എന്നിവയിലൂടെയും ബന്ധം ശക്തിപ്പെടുത്താൻ ശ്രമിക്കുക. പങ്കാളിക്ക് എങ്ങനെയാണ് കൂടുതൽ ആവേശമുണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ ലൈംഗിക ആവശ്യം നിറവേറ്റാൻ സ്വയം ഭോഗം ചെയ്യുന്നത് ആരോഗ്യകരമാണ്. ഇതിനെ കുറ്റബോധം കൂടാതെ സ്വാഭാവികമായി കാണുക. വ്യായാമം, ശരിയായ ഭക്ഷണം, മികച്ച ഉറക്കം എന്നിവയും ലൈംഗികാരോഗ്യത്തിനും മനസ്സിനും സഹായകമാണ്. ചോദ്യം 5. എപ്പോഴാണ് ഒരു ഡോക്ടറെ കാണേണ്ടത്? ഉത്തരം: ഉദ്ധാരണം നിലനിർത്താൻ സ്ഥിരമായി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു യൂറോളജിസ്റ്റിനെ കാണുന്നത് നല്ലതാണ്. ചിലപ്പോൾ മരുന്നുകൾ, ഉദാഹരണത്തിന് സിൽഡനാഫിൽ, വയാഗ്ര, സഹായകരമാകാം. പങ്കാളിക്ക് ലൂബ്രിക്കേഷൻ ഉൽപ്പന്നങ്ങളോ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പിയോ ആവശ്യമാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കാം. ചോദ്യം 6. ബന്ധം എങ്ങനെ ശക്തിപ്പെടുത്താം? ഉത്തരം: ശാരീരിക സ്നേഹത്തിനും മാനസിക അടുപ്പത്തിനും പ്രാധാന്യം നൽകുക. ലൈംഗികത മാത്രമല്ല, ചേർത്തുപിടിക്കുക, സ്പർശിക്കുക, പ്രണയം പ്രകടിപ്പിക്കുക എന്നിവയും ബന്ധം മെച്ചപ്പെടുത്തും. ഓർക്കുക, ബന്ധത്തിലെ സ്നേഹവും വിശ്വാസവും നിലനിർത്താൻ തുറന്ന സംവാദവും പരസ്പര ബഹുമാനവും അത്യാവശ്യമാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ സാധാരണമാണ്, പരിഹാരമില്ലാത്തതല്ല. തുറന്ന മനസ്സോടെ, പരസ്പര ബഹുമാനത്തോടെയും ആവശ്യമായപ്പോൾ വിദഗ്ധ സഹായം തേടിയും മുന്നോട്ടു പോകുക.